പിന്നെ മാധ്യമങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം, CPI യോഗത്തിൽ സർക്കാരിനെതിരെ വിമർശനമുണ്ടായി, PM ശ്രീ ഒപ്പിട്ടത് വിനയായി എന്നൊക്കെ വാർത്ത കൊടുത്ത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളവരെ നമുക്ക് മനസ്സിലാവുന്നില്ല. കേരളത്തിൽ നിരവധി കേന്ദ്ര പദ്ധതികൾ, കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. അതിനെയും നടപ്പിലാക്കും. അത് പിന്നെ കേന്ദ്രം ഭരിക്കുന്ന BJP തീരുമാനിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് മാത്രം കൊണ്ടുപോകാനുള്ള ഫണ്ടല്ല, കേരളത്തിലെ ജനങ്ങൾക്കും അവകാശപ്പെട്ട ഫണ്ടാണ്. അതുപോലെ തന്നെ NEP നടപ്പിലാക്കില്ല എന്ന് ഉള്ള നിലപാട് അങ്ങനെ തന്നെയാണ് നിലപാട്. അത് ഈ പാഠപുസ്തകം അക്കാഡമിക്കായിട്ടുള്ള കാര്യമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അക്കാഡമിക്കായിട്ടുള്ള കാര്യത്തിൽ ഗവൺമെൻറ് സ്വീകരിച്ചുള്ള സമീപനമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് NEP നടപ്പിലാക്കണമെന്നും ഹയർ സെക്കൻഡറിയുടെ പാഠപുസ്തകത്തിൽ 1 മുതൽ 12 വരെയുള്ള പാഠപുസ്തകത്തിൽ അവർ പറയുന്ന പാഠഭാഗങ്ങളും അവർ പറയുന്ന കാര്യങ്ങളും ഉൾപ്പെടുത്തണമെന്ന് നിരവധി പ്രാവശ്യമാണ് ഇവിടെ SCERT ഡയറക്ടർക്ക് കത്ത് വന്നിട്ടുള്ളത്. SCERT ഡയറക്ടർ ഇവിടെ ഉണ്ട്, ചോദിക്കാൻ നമുക്ക് വേണമെങ്കിൽ. ഞങ്ങളത് നിഷേധിക്കപ്പെട്ടിട്ട് കേരളത്തിൻ്റെതായ പാഠപുസ്തകമാണ് ഇതിപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചില പത്രങ്ങളിൽ നിന്ന് കണ്ടു മുഖ്യമന്ത്രിക്കെതിരെ വലിയ വികാരമാണ് ഉണ്ടായിട്ടുള്ളത്. മുഖ്യമന്ത്രിക്കെതിരെ ഒരു വികാരവും പിന്നെ എതിരായിട്ടുണ്ടായിട്ടില്ല. ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായ ചെറിയ ഒരു പുറകോട്ടടിയിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ട് ഉള്ളത് ഒരു സ്ഥലത്തും വിലയിരുത്തിയിട്ട് പോലുമില്ല. സംസ്ഥാന ഗവൺമെൻറ് ജനങ്ങൾക്ക് സംശയം ഉണ്ടാകുന്ന നിലയിൽ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ചിട്ടുള്ള നിലപാടൊക്കെ തന്നെ ജനങ്ങളെയും ഗവൺമെൻറ്റിനെയും ക്യാബിനറ്റിനെയും എല്ലാവരെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് സ്വീകരിച്ചിട്ടുള്ള നിലപാടുകളാണ്. അത് മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള നിലപാടുകൾക്കും അതുപോലെ തന്നെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കും കിട്ടിയ അംഗീകാരമാണ് കേരള സംസ്ഥാനത്താകെ നമ്മൾ ഓരോ സ്ഥലത്തെ വോട്ടിംഗ് ശതമാനം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ തിരഞ്ഞെടുപ്പ് ഞങ്ങൾ റിവ്യൂ നടത്തി. ഇന്നലെ ഗോവിന്ദ മാഷ് പറഞ്ഞു. ആ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കുന്നില്ല. ആ കാര്യങ്ങൾ ഞങ്ങൾ വിലയിരുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം ഞങ്ങൾ നടത്തും. അത് ആരുടെയെങ്കിലും പ്രത്യേക കുറവുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ള നിലയിലുള്ള പ്രചരണം ഒരു കാരണവശാൽ അംഗീകരിക്കാൻ കഴിയുന്നില്ല. അത് രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടിയുള്ള പ്രചരണമാണെന്ന് സൂചിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങൾ ആരെങ്കിലും ഇതിലിപ്പം ഒരു പത്രത്തിൽ കാണുന്നുണ്ട്, മുഖ്യമന്ത്രിക്കെതിരെ ജനവികാരമുണ്ട്. ഒരു പത്രത്തിൽ വന്നതാണ്. ആൾക്കാർ ഇത് മറുപടി പറഞ്ഞില്ലെങ്കിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഇതാരെങ്കിലും ഔദ്യോഗികമായി പറഞ്ഞതാണോ അത് നിങ്ങളുടെ ആരുടെ ഭാവനയിൽ തിരഞ്ഞെടുത്താണെന്ന് അറിയില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് UDF BJP സഖ്യത്തിന് വളം വെച്ചു കൊടുക്കാൻ വാർത്ത ചമയ്ക്കുകയാണ് ഒരു വിഭാഗം മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വ്യക്തമായി പറയുകയാണ്, വർഗീയതയുമായി സന്ധി ചെയ്യുന്ന കോൺഗ്രസിൻ്റെ വഞ്ചനയും അതിനെ കൂട്ടുനിൽക്കുന്ന മാധ്യമങ്ങളുടെ ഇരട്ടത്താപ്പും കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. കോൺഗ്രസ് BJP ജനവിരുദ്ധ കൂട്ടുകെട്ടിനെതിരെ ഇടതുപക്ഷം വിട്ടുവീഴ്ചയില്ലാതെ പോരാടും. ഇവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഇല്ല. അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് ഈ തലസ്ഥാന നഗരിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കും. കഴിഞ്ഞ 5 വർഷക്കാലം BJPക്കാർ കൗൺസിൽ യോഗം നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി സമ്മതിച്ചിരുന്നില്ല. എല്ലാ ദിവസവും സംഘർഷമായിരുന്നു. ഞങ്ങൾ ആ നിലയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല. ന്യായമായ ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഞങ്ങൾ പ്രതിഷേധിക്കും. പക്ഷേ കൗൺസിലിനെ നടത്തിക്കൊണ്ട് നടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ഞങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നില്ല. ജനവിധിയെ ഞങ്ങൾ മാനിക്കുകയാണ്.